ഇല്ല, അത് തന്നെ കുറ്റിയാടിയിൽ ജനറേറ്റർ തകരാറുണ്ടായിരുന്നു. അത് ശരിയാക്കി ഇന്നത്തോടുകൂടി ഇനി പ്രശ്നം ഉണ്ടായില്ല. ഈ വേനൽക്കാലത്ത് എങ്ങനെയാണ് നമ്മൾ കാണുന്നത്? അല്ല, അത് കുറച്ച് കൺട്രോൾ ചെയ്യണം. വൈദ്യുതി വില കൊടുത്ത് മേടിക്കണം. നമ്മുടെ ഇവിടുത്തെ പ്രോജക്റ്റ് ഇപ്പോൾ പള്ളിവാസിൽ ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ റണ്ണിങ് തുടങ്ങി. മുഖ്യമന്ത്രിയുടെ സമയം നോക്കിയിട്ട് ഉദ്ഘാടനത്തിന് നടത്തണം. തോട്ടിയാറായി. ജനറേഷൻ്റെ ഭാഗത്ത് സോളാറിൻ്റെ ഭാഗം 2000-ഓളം മെഗാവാട്ട് ഇപ്പോൾ നമ്മൾ ഉൽപ്പാദനം കൂട്ടി. അതുകൊണ്ടാണ് ആരും അറിയാത്തവരാണ് അത് കൂടിയത്. നിങ്ങളതുപോലെ ആരും അറിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് പകലൊന്നും ഒരു പ്രശ്നമില്ല. രാത്രി പീക്ക് അവറിൽ മാത്രമേ ചെറിയ പ്രശ്നമുള്ളൂ. അതൊക്കെ മേടിക്കാനുള്ള കരാറൊക്കെ ആയിട്ടുണ്ട്. വേറെ വലിയ പ്രശ്നം വരില്ല എന്നാണ് വിശ്വാസം. ഈ ജനതാദളുമായി ബന്ധപ്പെട്ടിട്ട് മറ്റൊന്ന്, ഈ കേരള പാർട്ടി രൂപീകരിക്കുന്നു, എന്താണ് അതിൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു? അതൊക്കെ മാത്യു ടി തോമസിൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി. മന്ത്രി എന്നുള്ള നിലയ്ക്ക് ഇല്ല, അത് വേണ്ട, അത് പറയണ്ട. ഒന്നും പറയുന്നില്ല. എന്തായാലും അടുത്ത തെരഞ്ഞെടുപ്പിൽ കേരള പാർട്ടി ഉണ്ടാവും. അതൊക്കെ മാത്യു ടി ആണ് ഞങ്ങളുടെ പ്രസിഡന്റ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചാൽ അത് നിങ്ങൾ മാത്യു ടി ആയിട്ട് ചോദിക്കാൻ കേട്ടാ. ഇല്ല, പ്രസിഡന്റാണ്. പാർട്ടി പ്രസിഡന്റ് ഉണ്ടാകുമ്പോൾ ഞാനത് പറയണതിലേ ശരിയല്ല. അതുകൊണ്ട് അദ്ദേഹം പറയും. ശരിയപ്പോട്ടെ, എനിക്ക് വയ്യാത്തതുകൊണ്ടാണ് കേട്ടോ.